Dear students, welcome to Learner's World. In this video, I'm going to talk about previous year question paper analysis, April 2023, readings from the fringes, second semester, Calcutta University. April 2023 നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് സെക്കൻഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള കോമൺ പേപ്പർ 2022 അഡ്മിഷനാണ് ഇത്. മാക്സിമം മാർക്സ് 80 ആണ്. ടൈം 2.5 hours ആണ്. 3 sections ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 15 questions ആണ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 sentences, 2 marks each. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. ടോട്ടൽ 15 questions ഉണ്ട്. ഇതിൻ്റെ സീലിംഗ് 25 ആണ്. നമ്മൾ 15 questions അറ്റൻഡ് ചെയ്താലും നമുക്ക് സീലിംഗ് എന്ന് പറയുന്നത് 25 marks ആണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് എസ്സേ ആണ്. 100 wordsന് ആണ് എഴുതാനുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ് കിട്ടുന്നത്. തേർഡ് സെക്ഷൻ ഇതിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് 35 marks ആണ്. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ലോങ് എസ്സേ ആണ്. 200 wordsനാണ് എഴുതാനുള്ളത്. 4 questions തന്നിട്ടുണ്ട്. അതിൽ 2 question മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. അങ്ങനെ 20 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ടോട്ടൽ 15 questions ഉണ്ട്. അതിൽ 6 questions ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ ഹിയർ യുവർ ബെഡ്ലാം ഡെമോക്രസി. ഇത് നമ്മുടെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള സമീർ താന്തിയുടെ ആ ഒരു വർക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ലൈൻ ഐ ഹിയർ യുവർ ബെഡ്ലാം ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പോയറ്റ് സേസ് ദാറ്റ് ഹി ക്യാൻ ഹിയർ ദ ലൗഡ് നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ അറൈസിങ് ഔട്ട് ഓഫ് ദ ഡെയിലി വയലൻസ് ആൻഡ് ബ്ലഡ് ഷെഡ്. അപ്പോൾ ഇത് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പോയറ്റ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയും, അതായത് ആ ഒരു ലൗഡ് നോയ്സ്, അതുപോലെ ഈ ഒരു ഡെയിലി നടക്കുന്ന ആ ഒരു വയലൻസ്, ആ ഒരു ബ്ലഡ് ഷെഡ്, അതിൽ നിന്നൊക്കെ വരുന്ന ഒരു ലൗഡ് നോയ്സ്, കൺഫ്യൂഷൻ ഒക്കെ അദ്ദേഹത്തിന് കേൾക്കാം എന്നുള്ളതാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് വാസ് ദ റിയൽ വാല്യൂ ഓഫ് ഫോറസ്റ്റ് അക്കോർഡിംഗ് ടു വുമൻ ടു ഗർവാൾ ഹിമാലയ. ഇത് എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺ ഇൻ ദ ഫോറസ്റ്റ് ബൈ വന്ദന ശിവ. അപ്പോൾ ഈ ഒരു വർക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഗർവാൾ ഹിമാലയയിലെ സ്ത്രീകളുടെ അഭിപ്രായത്തിൽ ഒരു റിയൽ ഫോറസ്റ്റിൻ്റെ വാല്യൂ എന്താണ് അവർ പറയുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദോസ് വുമൻ ദ ഫോറസ്റ്റ് ബിയർ സോയിൽ, വാട്ടർ ആൻഡ് പ്യൂർ എയർ. ദീസ് തിങ്സ് സസ്റ്റെയിൻ ദ എർത്ത് ആൻഡ് ഓൾ ദാറ്റ് ഷി ബിയേഴ്സ്. അതായത് അവരുടെ അഭിപ്രായത്തിൽ ഫോറസ്റ്റിൽ നല്ല മണ്ണ്, വെള്ളം, അതുപോലെ നല്ല ശുദ്ധവായുവൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഫോറസ്റ്റിൻ്റെ റിയൽ വാല്യൂ എന്നാണ് അവരുടെ അഭിപ്രായത്തിൽ. ഇതൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. Why was Sylvia suddenly horror-stricken in the woods? വൈറ്റ് ഹെറൺ, സാറ ഓൺ ജുവറ്റിൻ്റെ വൈറ്റ് ഹെറൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. എന്തുകൊണ്ടാണ് സിൽവിയ പെട്ടെന്ന് ആ ഒരു കാടിനകത്ത് ഹൊററായത്, പേടിച്ചത് എന്തുകൊണ്ടാണ്? സിൽവിയ വാസ് സഡൻലി ഹൊറർ സ്ട്രിക്കൺ ഇൻ ദ വൂഡ്സ് ബിക്കോസ് ഷീ ഹേർഡ് എ ക്ലിയർ വിസിൽ നോട്ട് വെരി ഫാർ അവേ. ഇറ്റ് വാസ് എ ബോയ്സ് വിസിൽ, ഡിറ്റർമൈൻഡ് ആൻഡ് അഗ്രസീവ്. അതായത് അവളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു ആൺകുട്ടിയുടെ ഒരു വിസിൽ കേൾക്കുന്നുണ്ട്. വളരെ അഗ്രസീവായിട്ടുള്ളൊരു ശബ്ദമായിരുന്നു. അത് അവൾക്ക് വളരെ അടുത്തുനിന്നാണ് അത് കേൾക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് അവൾ കൂടുതൽ ഹൊററായത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോം ഫയർ. ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള നികിത ഗില്ലിൻ്റെ പോയത്തിൻ്റെ ടോൺ എന്താണെന്നാണ് അത് ചോദിച്ചിട്ടുള്ളത്. ദ ടോൺ ഓഫ് ദ പോം ഇസ് റേജ്. റേജ് മീൻസ് ആങ്കർ, ദേഷ്യം, ഒരു ദേഷ്യം കലർന്ന ഒരു കോപം നിറഞ്ഞ ഒരു ടോണാണ് ഫയറിനുള്ളത്. ദ പോയറ്റ് ഇസ് ആംഗ്രി അറ്റ് ദ പാട്രിയാർക്ക്
ഹു എക്സ്പ്ലോയിറ്റ് വുമൻ സോഫ്റ്റ്നെസ് ആൻഡ് കൈൻഡ്നെസ്. അതായത് ഇതിലെ കവി വളരെ ദേഷ്യത്തിലാണ്, കോപത്തിലാണ്. അതായത് ഈ പുരുഷാധിപത്യം, അതായത് ഈ ഒരു മെയിൽ ഷോവനിസം, സ്ത്രീകളുടെ ആ ഒരു സോഫ്റ്റ്നെസ്, അവരുടെ ആ ഒരു കൈൻഡ്നെസ്, അവരുടെ ആ ഒരു ദയയും വളരെ സോഫ്റ്റായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു മെയിൽ ഷോവനിസം എന്നാണ് പറയുന്നത്. അതിൽ വളരെ ദേഷ്യത്തിലാണ് നമ്മുടെ കവി. വാട്ട് വാസ് അഡ്വൈസ് ഗിവൺ ബൈ മാർലിൻ സാൻഡേഴ്സ് ടു ദ യങ്ങർ ജേർണലിസ്റ്റ്? മാർലിൻ സാൻഡേഴ്സ് യങ്ങർ ജേർണലിസ്റ്റിന് എന്ത് അഡ്വൈസാണ് നൽകുന്നത്? ഇത് ഡിയർ ഇജ്വലെ ബൈ ചിമാമണ്ട ngozi Adichieയുടെ ആ ഒരു വർക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെവർ അപ്പോളജൈസ് ഫോർ വർക്കിംഗ്, യു ലവ് വാട്ട് യു ഡു ആൻഡ് ലവിങ് വാട്ട് യു ഡു ഈസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു യുവർ ചൈൽഡ് വാസ് മാർലിൻ സാൻഡേഴ്സ് അഡ്വൈസ് ടു ദ യങ്ങർ ജേർണലിസ്റ്റ്. അപ്പോൾ യങ്ങർ ജേർണലിസ്റ്റിന് നൽകിയിട്ടുള്ള മാർലിൻ സാൻഡേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരിക്കലും അപ്പോളജൈസ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുക, അതിനെ സ്നേഹിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുകയും അതിനെ സ്നേഹിക്കുകയും എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ കുട്ടിക്ക് നൽകുന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണ്, ഒരു ഗ്രേറ്റ് ഗിഫ്റ്റാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വൈ വാസ് മീരാബായ് പോയ്സൺ ട്വൈസ്? എന്തുകൊണ്ടാണ് മീരാബായ് 2 പ്രാവശ്യം പോയ്സൺഡ് ആയത്? എന്തുകൊണ്ടാണ്? ഇത് ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചാതുവർണ ബൈ ചന്ദ്രബൻ പ്രസാദ് ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. She was poisoned by her in-laws who were angry that a Rajput woman had the courage to join lower class people and sing bhajans in public. അതായത് അവൾ 2 പ്രാവശ്യം അവൾക്ക് വിഷം കഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് അവളുടെ ഇൻലോസിൻ്റെ അടുത്തു നിന്നാണ്. അവർ വളരെയധികം ദേഷ്യത്തിലാണ് അവൾക്ക് പോയ്സൺ നൽകുന്നത്. അവളൊരു രാജ്പുട്ട് വുമനാണ്. അപ്പോൾ അവളുടെ ഒരു ധൈര്യം, വളരെ ലോവർ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പബ്ലിക്കിൽ ഭജൻസ് പാടുക എന്നുള്ള ആ ഒരു കറേജ് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇല്ലോസ് പോയ്സൺ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ദ സെക്കൻഡ് പോയ്സണിങ് വാസ് ഫോർ ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ ദ ജീനസ് ഓഫ് ദ ഗ്രേറ്റ് ദളിത് സെയിൻറ്റ് രവിദാസ് ആൻഡ് ഡിക്ലെയറിങ് ഹിം ആസ് എ ഗുരു. രാജ്പുട്ട് കുഡ് നോട്ട് ഡൈജസ്റ്റ് ഇറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവൾക്ക് ജീനിയസ് ആയിട്ടുള്ളൊരു ദളിത് സെയിൻറ്റ് ഉണ്ട്, രവിദാസ്. അദ്ദേഹത്തോട് വളരെയധികം ആരാധനയായിരുന്നു. അവരാണ് തൻ്റെ ഗുരു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും രാജ്പുട്സിന് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം പോയ്സൺ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ യൂണിറ്റിലും കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിക്കുക. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും.